വെരിക്കോസ് വെയിൻ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. പലരും അതിനെ അത്ര വലിയ കാര്യമാക്കാറില്ല. കൂടുതലും കാലുകളിലാണ് ഈ വെരിക്കോസ് വെയിൻ കാണുന്നത്. കാലുകളിലെ വെയിൻ തടിച്ച് വീർത്ത് വരുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. ഈ വെയിൻസിലുള്ള വാൽവ് വീക്ക് ആയത് കാരണം ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് വെരിക്കോസ് വെയിനിലേക്ക് നയിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുമ്പോൾ ഒരുപാട് സമയം ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പമ്പിങ് കുറയുന്നത്, പ്രഗ്നൻസി കണ്ടീഷനിൽ ഒബേസിറ്റി ഉണ്ടാകുമ്പോൾ, ഏജ് റിലേറ്റഡ് ആയിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ വീക്ക് ആകുമ്പോഴും ഒക്കെ വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ചിലന്തി വലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു വെരിക്കോസ് വെയിൻ ഒരു സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ ചെറിയ വീക്കവും പെരുപ്പും ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്നു. ഒരു തേർഡ് ലെവൽ ആകുമ്പോൾ ഈ നീരും വീക്കവും ഒക്കെ കൂടുന്നു. ഫോർത്ത് സ്റ്റേജ് ആകുമ്പോൾ നല്ലൊരു ഡാർക്ക് കളറേഷൻ, ഡിസ്കളറേഷൻ ഉണ്ടാവുന്നു. ഫിഫ്ത്ത് സ്റ്റേജിൽ എത്തുമ്പോൾ ഇച്ചിങ്ങും കൂടുന്നു, അൾസറേഷനും കൂടി വരാറുണ്ട്. സിക്സ്ത് സ്റ്റേജിൽ എത്തുമ്പോൾ ഒരു വെരിക്കോസ് അൾസറിന്റെ കണ്ടീഷൻ, അതായത് ഉണങ്ങാത്ത മുറിവിന്റെ ഒരു കണ്ടീഷനിലേക്ക് മാറുന്നു. പരിഹാര മാർഗങ്ങൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനം കൃത്യമായ എക്സസൈസ് ആണ്. കാഫ് റൈസ് പോലുള്ള എക്സസൈസ് ചെയ്യുക, കൃത്യമായ ഒരു ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഒരുപാട് സമയം നിന്നിട്ടുള്ള ജോലിയാണെങ്കിൽ ഇടയ്ക്കുള്ള സമയം ഇരിക്കുകയോ അല്ലെങ്കിൽ കാലൊന്ന് ഉയർത്തി വയ്ക്കാനോ ശ്രദ്ധിക്കുക. അതുപോലെ കംപ്രഷൻ സ്റ്റോക്കിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില റെമഡീസ് പറയുകയാണെങ്കിൽ മുറിവെണ്ണ, പിണ്ടതലം ഇവ ഉപയോഗിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ സർക്കുലേഷൻ കൂട്ടാൻ സാധിക്കും. അതുപോലെ ത്രിബല ചൂർണം ഉപയോഗിച്ച് ധാര ചെയ്യുന്നതും ഇച്ചിങ് കുറയ്ക്കാനും സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ ഉറങ്ങുന്നതിന് മുന്നേ ഒരു 20 മിനിറ്റ് കാൽ ഉയർത്തി വെച്ച് 90 ഡിഗ്രിയിൽ കുറച്ച് സമയം കിടക്കുക. ഇതും സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.